നമുക്കൊരു ചെറുനാരങ്ങയുടെ അച്ചാറിടാനായിട്ട് 1 കിലോ ചെറുനാരങ്ങ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കത് കഴുകി വാരിയിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കണം. അത് പൊട്ടിപ്പോവാതെ രൂപത്തിൽ ആവിയേറ്റി എടുക്കാം. അങ്ങനെ ഒരുപാട് ആവിയേറ്റി എടുക്കണ്ട. നമുക്കത് മാറ്റി വെച്ച് നമുക്ക് വെളുത്തുള്ളി ഇച്ചിരി ഞാൻ ഈന്തപ്പഴം ഇടുന്നുണ്ട്. ഈന്തപ്പഴവും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകാണ് എടുത്തേക്കണേ. ചെറിയ കഷ്ണം ഒരു ഇഞ്ചി. ഈന്തപ്പഴം ഒരു 100-150 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചീഞ്ചട്ടി വെച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ഒരു 100-150 ഗ്രാമോളം ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നന്നാക്കി 2ആക്കി കീറിയതാണ്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇത് 3 കൂട്ടം ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയിട്ട് നമുക്കതിൻ്റെ അകത്ത് മുളക് പൊടി ഞാൻ ഇച്ചിരി എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇടണ്ട കേട്ടോ. അപ്പോൾ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അച്ചാറിൽ കാശ്മീരി മുളക് പൊടി ഒരു 1.5 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഒക്കെ കൂട്ടി ഇളക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടി ഇച്ചിരി ഇടണം. അതൊക്കെ കൂട്ടി നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഇച്ചിരി ഉലുവപ്പൊടി അതിട്ടിട്ട് ശേഷം നമുക്ക് ഇച്ചിരി കൂടിയും കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇച്ചിരി കൂട്ടി ഇളക്കി നല്ലോണം ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ഈന്തപ്പഴം വെച്ചേക്കുന്നത് നമുക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ചെറുനാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 കഷ്ണമാക്കി കീറി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഉപ്പും ചൊറുക്കയും കൂടി ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ അച്ചാർ റെഡിയായി. ചെറുനാരങ്ങ അച്ചാർ റെഡിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഇട്ടിട്ട് നമുക്ക് ഇനി കയ്പ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈന്തപ്പഴം ഇട്ടേക്കണത്. ഇനി നിങ്ങൾക്ക് ഇച്ചിരി കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം നമുക്ക് ശർക്കര കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കയ്പ്പ് ഉണ്ടാവില്ല. ഇതിന് നല്ല ടേസ്റ്റിൽ നമുക്ക് ആ നാരങ്ങ അച്ചാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ചൊറുക്കയും ഉപ്പൊക്കെ ഇതിലായിട്ടുണ്ട്. നമുക്കിതിന് 2 മിനിറ്റ് അതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. വെള്ളത്തോടു കൂടി ഒന്ന് വെച്ച് കഴിയുമ്പോൾ നല്ല ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ല കുറുകി വരും. ഒട്ടും ഇതുണ്ടാവില്ല. ആവശ്യത്തിന് നമുക്ക് അച്ചാറിൻ്റെ പരുവത്തിലായി കിട്ടും. നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം അത് ചൂടാറാൻ വയ്ക്കുക. അപ്പോൾ അതേ ചൂടാറി കഴിഞ്ഞപ്പോൾ നല്ല കട്ട പോലെയായി അത് അച്ചാറിന്. അധികം ചാറില്ല. അത് അവിടെ ഇരുന്ന് തന്നെ അത് കുറുകി. അടിപൊളിയാണ് കേട്ടോ.